ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയമാണല്ലോ. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, രാവിലെ എണീക്കുക, നിസ്കരിക്കുക, എന്നിട്ട് അങ്ങോട്ട് കിടന്ന സമയം 9:30-10 മണി വരെ ഉറങ്ങുകയാണ് കേട്ടോ. ഒരു 5 മണിയാകുമ്പോൾ എണീച്ച് നിസ്കരിക്കലും ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ പണി എന്താ പറഞ്ഞാൽ 9 മണിക്ക് ഞാൻ എണീക്കും. പിന്നെ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ കൊടുക്കലും ഇതൊക്കെ കഴിയുമ്പോഴത്തേന് സമയം 10-10:30 അടുക്കളയ്ക്ക് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അടുക്കളയ്ക്ക് പോയപ്പോൾ കുറച്ച് തലേത്തെ മീൻകറിൻ്റെ ചാറുണ്ടായിരുന്നു. അപ്പോൾ ലേസ് വേഗം എന്താക്കി പുട്ടുപൊടി എടുത്ത് കുഴച്ച്, നമുക്ക് എളുപ്പമാണല്ലോ അത്. പിന്നെ മീൻ കറി ആകുമ്പോൾ പുട്ടിന് കുഴപ്പമില്ലാത്ത രീതിക്കാണല്ലോ. അങ്ങനെ വേഗം എന്താക്കി ഒരു 2-3 കുറ്റി പുട്ടിൻ്റെ പൊടി ഉണ്ടായിരുന്നു. അത് വേഗം കുഴച്ചിട്ട് കുഴച്ച് വെച്ചിട്ട് മിറ്റടിക്കാൻ വേണ്ടി പോയിട്ടോ. 3 കുറ്റി പൊടിക്കാൻ ഒരു 1.5 പാട്ട, ഒരു പാട്ട, 3/4 പാട്ട പുട്ടിനനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ എന്താക്കി 3/4 പാട്ട വെള്ളം ഒഴിച്ച് വെച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം കുഴച്ച് വെച്ചിട്ട് പോയിട്ടോ. മിറ്റടിച്ചിട്ട് വരുമ്പോഴത്തേന് നല്ലോണം കുഴഞ്ഞ് അപ്പോഴത്തേന് മക്കളൊക്കെ എണിച്ച് വരികയും ചെയ്യുമല്ലോ. പിന്നെ ഇന്നത്തെ കറി എന്താ, വേഗം ചോറ്റിനും അങ്ങോട്ട് വെള്ളം വെച്ച് പിന്നെ ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ സമയം നമുക്ക് വേണ്ടിയിട്ട് സമയം കാത്തിക്കൂലല്ലോ. പിന്നെ ഇപ്പം അമ്മായിൻ്റെ മക്കളൊക്കെ വിരുന്ന് വന്നിനല്ലോ. അപ്പോൾ ഓരൊക്കെ ഇങ്ങോട്ട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് പറഞ്ഞാൽ തീരൂര. അപ്പം വേഗം എന്താക്കി ഉണക്കമീൻ തേങ്ങ അരച്ചൊരു ചാറും വെക്കുക, ചോറിന് അരിയിട്ടിട്ട് റൈസ് കുക്കറിലും ഇറക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഉള്ളിയും തക്കാളി മുറിക്കുകയാണ് കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ ആ കുട്ടികൾ പരക്കം എന്നാൽ പിന്നെ ഈ മക്കളെ പാച്ചിലാണ്ട് നമ്മളും സമാധാനത്തിൽ നിൽക്കണില്ല കേട്ടോ. നമ്മൾ കുറേ പുറത്തേക്ക് പോകും, കുറേ ഉള്ളിലേക്ക് വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു കുട്ടികൾ ഹായൊക്കെ ആക്കുകയാണ്. പിന്നെ അപ്പോൾ കുട്ടികളെല്ലാവരും വന്നിനി. എപ്പോഴും വിചാരിക്കും ഇവർ മിഞ്ഞാന്ന് വന്നപ്പോഴേ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഒരു വരുമ്പത്തിന് പൈസാരിയിൽ ഓരോ പേര് അങ്ങോട്ടാണ്, പൈസാരിയിലാണ്. ഒരു വരുമ്പത്തിന് വേഗം പണിയൊക്കെ ഒരുക്കി ഇരിക്കണമെന്ന് ചിന്തിക്കേണ്ടി. എവിടെ ആവാനാ, രാവിലെ വേഗം നീച്ചാലല്ലേ പണിയൊക്കെ ഒരുങ്ങൽ. അങ്ങനത്തെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ലേസം ഉപ്പിട്ടിട്ട് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വാട്ടിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഉണക്കമീൻ കറിയൊക്കെ ആണെങ്കിൽ മുളക് ഇടുകയാണെങ്കിൽ നമ്മൾ എണ്ണയിൽ കൂടി വാട്ടൊക്കെ വേണ്ടേ. അപ്പം ഞാൻ എന്താക്കി അതിലെ കൂടി ലേസം ഉപ്പിട്ടിട്ട് ലേസം തേങ്ങ ചരണ്ടുകയാണ് കേട്ടോ. ആ തേങ്ങയിലേക്ക് പുളിയും പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. പിന്നെ ഇതിന് ജീരകത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കലേ, പുളിഞ്ചാരം വെക്കൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂലേ. അങ്ങനെ ഞാൻ അതിലേക്ക് ലേസം മുളകും പൊടി, നല്ല എരിവുള്ള മുളകും പൊടി ഇപ്രാവശ്യം ഞാൻ പൊടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് മക്കൾ എന്തെന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ അതെന്താക്കാൻ പറ്റുന്നില്ല, വായിലേക്ക് വെക്കാൻ പറ്റും. എന്നാലും ഞാൻ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു. ലൈവിൽ കയറിയ സമയത്ത് ഞാൻ എന്താക്കി രാത്രി മക്രോണി തിന്നുകൊണ്ടാണ് ലൈവിൽ ഇരുന്നിട്ടുണ്ടായത്. എരിഞ്ഞിട്ടൊക്കെ വാക്ക് പറയാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് നല്ല മഞ്ഞളും മുളകും പുളിയൊക്കെ കൂട്ടിയിട്ട് തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ അതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഉണക്കയിലായിരുന്നു കേട്ടോ. ഉണക്കയില അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഇനി ബാക്കിയിലെ പണിയൊക്കെ എടുത്ത് ഒരുക്കിയിട്ട് അപ്പുറം പോയിരുന്നപ്പോഴാണ് ഉപ്പിലിട്ട മാങ്ങയും പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ 2 ട്രിപ്പായിട്ട് സീനു ചായ വെച്ചിന് കേട്ടോ. അനിയത്തി ചായ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കൂട്ടം വാക്കും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമാണല്ലേ. അതിന് ഞാൻ വന്നിട്ട് ചോറിക്കുമ്പോൾ 5 മണിയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുമ്പോൾ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കില്ല കേട്ടോ.